ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ട്രാക്ടറിന്റെ ഹുഡാണ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് ഹുഡ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് ന്യൂ. നമുക്ക് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. സെൻറ്റർ ലൈൻ എടുക്കാം. സെൻറ്റർ ലൈനിൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലൈൻ ചൂസ് ചെയ്യാം. ലൈൻ ചൂസ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഓക്കെ, പോസ് ചെയ്യാം. സെലക്ട് ഈ രണ്ട് ലൈനും സെലക്ട് ചെയ്തിട്ട് മിറർ about this line, delete about ഈ സെൻറ്റർ ലൈൻ. ഓക്കെ കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ഹൈറ്റ് വന്നിട്ട് 310. ഈ ലൈനിൻ്റെ ഹൈറ്റ് വന്നിട്ട് 278 mm. ഈ രണ്ട് ലൈനിൻ്റെ 250 mm. ഓക്കെ, നമുക്ക് ഫില്ലൈറ്റ് എടുക്കാം. ഫില്ലൈറ്റിൽ 80 mm രണ്ട് കോർണറിലും വരയ്ക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫീച്ചേഴ്സിൽ പോകാം. ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് ബോസ് ബേസ് റിവേഴ്സ് ഡയറക്ഷനിൽ 1140 mm. 1140 mm. ഓക്കെ, ഓക്കെ കൊടുക്കാം. അതിൻ്റെ ഷേപ്പ് നമുക്ക് ഹുഡിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ലൈൻ ഈ സൈഡ് ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. സൈഡ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ലൈൻ ചൂസ് ചെയ്യാം. ലൈൻ 2D ഡ്രോയിങ് പോലെ ക്രിയേറ്റ് ചെയ്യാം. ഷേപ്പിൽ ക്ലോസ് ചെയ്യാം. സെലക്ട് സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ 20 mm, 15 mm, 20 mm. ഇതിൻ്റെ ഗ്യാപ്പ് വന്നിട്ട് 140 mm. ഇതിൻ്റെ വിഡ്ത്ത് ലെങ്ത് വന്നിട്ട് 500 mm. ഓക്കെ, ഈ വിഡ്ത്ത് വന്നിട്ട് 50 mm. 50. നേരെ ഫില്ലൈറ്റ് എടുക്കാം. ഫില്ലൈറ്റിൽ 10 mm. 10 mm ഈ ഗ്യാപ്പ്. ഓക്കെ, again 40 mm റേഡിയസ് രണ്ട് കോർണറിൽ. ഓക്കെ കൊടുക്കാം. ഫുള്ളി കൺസ്ട്രെയിൻഡ് ഡ്രോയിങ് ആയിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് ബോസ് ബേസ് ഡയറക്ഷൻ 1ൽ 5 mm. ഓക്കെ, ഡയറക്ഷൻ 2 ക്ലിക്ക് കൊടുക്കാം. ബ്ലൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഓഫ്സെറ്റ് ഫ്രം സർഫേസ് ഈ സർഫേസ് സെലക്ട് ചെയ്യാം. റിവേഴ്സിൽ കൊടുക്കാം.
5 mm. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലേറ്റ് എടുക്കാം. ഫില്ലേറ്റ് 5 mm. ഈ കോർണർ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇതിന് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഈ ഡ്രോയിങ്ങിനെ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഈ അറ്റത്തുള്ള ലൈൻ എല്ലാം സെലക്ട് ചെയ്തിരിക്കാം. 1 2 3. ഓഫ്സെറ്റ് ഫ്രം ഈ ലൈൻ 3 ലൈൻ ചൂസ് ചെയ്യാം. ഓഫ്സെറ്റ് അടിക്കാം. റിവേഴ്സ് ഡയറക്ഷൻ 20 mm. ഓക്കെ കൊടുക്കാം. ഓക്കെ, ലൈൻ എടുത്ത് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ്, സെലക്ട്. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട് ത്രൂ ബ്ലൈൻഡ് ഡയറക്ഷൻ ബണ്ടിൽ ത്രൂ ആൾ കൊടുക്കാം. ഓക്കെ, കട്ടിങ് ആയിട്ടുണ്ട്. ഈ സൈഡ് സെലക്ഷൻ കൊടുക്കാം. ടോപ്പിലൊരു എക്സ്പോഷർ വേണം. നോർമൽ ടു സ്കെച്ച്. രണ്ട് ലൈൻ സെലക്ട് ചെയ്യാം. ഓഫ്സെറ്റ് എൻറ്റിറ്റി 10 mm. റിവേഴ്സ് ഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, ലൈൻ ചൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് വിടാം. ഓക്കെ, ട്രിം എടുക്കാം. രണ്ട് ലൈൻ കൺവേർട്ട് എൻറ്റിറ്റി ട്രിം കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ഈ പോയിന്റ് സെൻറ്റർ പോയിന്റ് 65 mm. this point 65 mm. ഓക്കെ, ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡിൽ 830 mm. ബാക്ക് സൈഡ്. ഓക്കെ കൊടുക്കാം. അഗൈൻ ഫില്ലേറ്റ് എടുക്കാം. 60 mm ഡയമീറ്റർ. രണ്ട് കോർണർ സെലക്ട് ചെയ്യാം. ഓക്കെ, സർക്കുലർ ഷേപ്പ് കിട്ടും. ഓക്കെ കൊടുക്കാം. നമുക്ക് അഗൈൻ ഒരു ഫില്ലേറ്റ് 5 mm. ഓക്കെ കൊടുക്കാം. അഗൈൻ ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 60 mm. സെൻറ്റർ ടു എൻഡ് പോയിന്റ് 60 mm. ഡയമീറ്റർ 60 mm. സെൻറ്റർ പോയിന്റ് സർക്കിൾ സെൻറ്റർ പോയിന്റ് 60 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് കട്ട് ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ കൊടുക്കാം.
ഓക്കെ കൊടുക്കാം. ഫുൾ കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഷെൽ ക്രിയേറ്റ് ചെയ്യാം. ഷെല്ലിന് ഗോ ടു ഷെൽ, ഈ സർക്കിൾ, ഈ സൈസ്, എല്ലാ ഫേസും സെലക്ട് ചെയ്യാം. സർക്കിൾ സെലക്ട് ചെയ്യാം. ഈ സൈഡും സെലക്ട് ചെയ്യാം. 2.5 mm. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഷെൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ അപ്പിയറൻസിൽ പോവാം. അപ്പിയറൻസ്, പെയിന്റ്, മെറ്റൽ, പോളിഷ്ഡ് മെറ്റൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ ബോഡി സെലക്ട് ചെയ്യാം. കളർ, പെയിന്റഡ്, കാർ, കളർ ചേഞ്ച് ചെയ്യാം. ഗ്രീൻ ആക്കാം. ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളർ, ഓക്കെ. ഓക്കെ ആമത്താം. നമ്മുടെ ട്രാക്ടറിന്റെ ഫ്രണ്ട് ഹുഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഒരു ഗ്രീൻ കളറുള്ള ഫ്രണ്ട് ഹുഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. നമുക്ക് സേവ് ചെയ്യാം.